ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ശിവരാത്രിയാണ്, ഇന്നത്തെ വ്ളോഗാണ്. ശിവരാത്രിയുടെ അന്നത്തെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല വെയിലൊക്കെ വന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണ്ടെന്ന് വിചാരിച്ചായിരുന്നു. കാര്യം വൈകുന്നേരത്തെ തിരുവാതിരയൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും അമ്പലത്തിൽ പോകും. പിന്നെ വിചാരിച്ച് ചിഞ്ചു പറഞ്ഞ് രാവിലെ പോവാം. രാവിലെയൊന്നും അല്ല കേട്ടോ, ഇതിപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയൊക്കെ ബസ്സിലൊക്കെ കയറി ഞങ്ങളും ഇതേ ശ്രീകണ്ഠേശ്വരത്ത് എത്തി കേട്ടോ. പഴയ ശ്രീകണ്ഠേശ്വരത്താണ് പോയത്. പുതിയ ശ്രീകണ്ഠേശ്വരത്ത് ഭയങ്കര തിരക്കാന്ന് പറയുന്നത്, 5-6 ക്യൂ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞങ്ങൾ പിന്നെ ഇതേ ഓവർബ്രിഡ്ജുള്ള പഴയ ശ്രീകണ്ഠേശ്വരത്ത് ഇവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്കിനൊന്നും ഒരു കുറവില്ല, എല്ലായിടവും തിരക്ക് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി എല്ലായിടവും തൊഴുതിട്ടൊക്കെ പിന്നെ കുറച്ച് ഏറെ സമയം അവിടെ തന്നെ ഇരുന്ന് കേട്ടോ. അകത്ത് കയറി ഇരുന്ന് കുറേ സമയമൊക്കെ അപ്പോൾ ഇരുന്നിട്ടാണ് പിന്നെ വെളിയിൽ വന്നത്. അപ്പോൾ വെളിയിൽ വന്നപ്പോഴത്തേക്കിന് ഇതാ നീണ്ട ക്യൂ നിൽക്കുന്നത്. ഇന്ന് ശിവരാത്രി ആയതുകൊണ്ടും അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ സദ്യ വിട്ടൊരു കളിയും ഇല്ല, അതൊരു ഇച്ചിരി കിട്ടിയാൽ മതി. അങ്ങനെ ഞങ്ങളും ക്യൂവിൽ കയറി നിന്ന് കേട്ടോ. അങ്ങനെ ഒരുപാട് ലേറ്റായി കേട്ടോ. പക്ഷേ ഫുഡ് കൊണ്ടുവരാനൊക്കെ ഒത്തിരി ലേറ്റായി. പിന്നെ കേശപ്പം വെള്ളം കുടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നപ്പോഴത്തേക്കിന് കേശപ്പം അവിടെ ഒരു അങ്കിളുമായിട്ട് അങ്ങ് ഭയങ്കര കൂട്ടായി. അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ വർത്താനമൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് നീണ്ട കിടക്കുന്നു. ഞങ്ങൾ തിരുവാതിരയ്ക്ക് പോകാനുള്ള ഒരുക്കമാണിത് കേട്ടോ. ചിഞ്ചുവാണ് ഞങ്ങളെ സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്. രാധേച്ചിയും ഞാനും ഒക്കെ ഒരുങ്ങി നിൽക്കണം, അത്രയും ചിഞ്ചുവാണ് റെഡിയാക്കിയെന്ന് പറയാം. അപ്പം ഞാൻ എന്തൊക്കെയോ കോസ്റ്റ് കാണിക്കുന്നുണ്ട് രാധേച്ചി കേട്ടോ. അപ്പം മേക്കപ്പ് കൂടുതലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അടിപൊളിയായിട്ടില്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്യണേ, കൊള്ളാമോന്നേ. അപ്പോൾ അതേ അങ്ങനെ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുത്ത തിരുവാതിരയ്ക്ക് കളിക്കാൻ പോവുക. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നമ്മുടെ അടുത്തുള്ള അമ്പലം തന്നെയാണ് കേട്ടോ. അങ്ങനെ ദേ ഇവിടെ എത്തി. ഓരോരുത്തർ നടന്നു വരുന്നു. ഞാൻ ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്കിന് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വരിക. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേന് നല്ല രസമാണ്. അവിടെ ഒരു കുളം കണ്ടോ? ആ കുളവും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഈ വെടിക്കെട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് നേരെ നമ്മുടെ തിരുവാതിര തുടങ്ങി കേട്ടോ. അപ്പോൾ തിരുവാതിരയുടെ പാട്ടൊന്നും നമുക്ക് ഇടാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് എഡിറ്റ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രം തിരുവാതിരയുടെ ഇതിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ. കാര്യം പാട്ട് നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ തിരുവാതിരയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് ഫുള്ള് ഞാൻ അങ്ങ് ഇട്ടേക്കാം.